ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ 2 എപ്പിസോഡ്സ് ആയിട്ട് കാണിച്ചിരുന്നത് ഊട്ടിയിലെ വിശേഷങ്ങളായിരുന്നു. എപ്പിസോഡ് 1 നമ്മൾ കാണിച്ചത് ഞങ്ങൾ ക്ലബ് ഓക്സിജൻ റിസോർട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത്. ആ റിസോർട്ടിനെ പറ്റിയിട്ടും നമ്മൾ യാത്രയെ പറ്റിയിട്ടുമായിരുന്നു. എപ്പിസോഡ് 2 നമ്മൾ ഡൊഡബെട്ട പീക്കും നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡേ 1 തന്നെ വീഡിയോ ആണ്. ഞങ്ങൾ 2 പാർട്ടായിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് ടീ ഫാക്ടറിയിലാണ്. ഇത് കുറച്ച് പഴക്കം ആയ ടീ ഫാക്ടറിയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹോഴ്സ് റൈഡിങ്ങിലുള്ള ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. 500 റുപ്പീസാണ് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ടീ ഫാക്ടറിയിലേക്ക് എൻട്രി ചെയ്യുവാണ്. ഇതിന് എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ടീ മ്യൂസിയത്തിലേക്ക് എൻട്രി ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ ഈ ടീ മ്യൂസിയത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ടീ കണ്ടുപിടിച്ചതിനെ പറ്റിയിട്ടാണ് ഈ ഒരു മ്യൂസിയത്തിൽ എഴുതിയിരിക്കുന്നത്. 5000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചൈനീസ് രാജാവ് പോകുന്ന സമയത്ത് എപ്പോഴും വെള്ളം തിളപ്പിച്ചിട്ടാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ക്ഷീണം വന്നപ്പോൾ വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഈ ബോയിൽ ചെയ്യുന്ന വെള്ളത്തിൽ ഒരു ഡ്രൈഡ് ലീഫ് ഇതിനകത്ത് വീണു, കുറച്ച് ഇല വീണു. അപ്പോൾ ഈ വെള്ളം ബോയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു ഇലയും കിടന്ന് ബോയിൽ ചെയ്തപ്പോഴത്തേക്കും ഇവരിത് കുടിച്ചപ്പോൾ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഈ ടീ ഇവർ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റോറിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ട്രീ ലീവ്സ് പറിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവർ ഉണക്കുന്നതും എങ്ങനെ ഇത് മാനുഫാക്ചർ ആയിട്ട് പാക്കറ്റ് ചെയ്ത് വരുന്നതിനെ പറ്റിയിട്ടാണ് അവരൊരു ഷോർട്ട് വീഡിയോ പോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം ഇല ഡ്രൈ ആയിട്ട് ഓരോ ഓരോ ബ്ലേഡ്സിലേക്ക് പോവും. പിന്നെ അത് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് വേറൊരു മെഷീനിലേക്ക് പോവും. പിന്നെ അത് പാക്കിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും ഈ ഒരു എസെൻസ് ഒക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ പറ്റിച്ചൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അത്. ആക്ച്വലി എനിക്ക് ഊട്ടിയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ടീ മ്യൂസിയം. അപ്പോൾ നിങ്ങൾ ഊട്ടിയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടീ മ്യൂസിയം ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് ഏറ്റവും പഴക്കമാർന്ന ഒരു ടീ മ്യൂസിയമാണ്. ഇവിടെ തന്നെ നിങ്ങൾ വരണം. അപ്പോൾ ഇത്തരത്തിലാണ് ടീ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇങ്ങനെ പാക്ക് ചെയ്ത സാധനങ്ങളാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടീ മ്യൂസിയമൊക്കെ കറങ്ങി വരുന്ന സമയത്ത് നമുക്കൊരു ഗ്ലാസ് ചായ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ചായ ആയിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ചോക്ലേറ്റ് ഫാക്ടറിയും ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ സാമ്പിൾസ് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി കിട്ടും. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ബിക്കോസ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതും ഇവിടെ മേടിക്കുന്നതും തമ്മിൽ നല്ല ടേസ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു മിൽക്കി ടേസ്റ്റാണ് ഇതിന് വരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചോക്ലേറ്റൊക്കെ മേടിച്ചതിന് ശേഷം ഈ ഒരു ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്തരത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കുറേ മോൾഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചോക്ലേറ്റ് ഇതിൽ നിന്ന് ഈ മോൾഡ്സിലേക്ക് വെക്കുക ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ചേച്ചി ചോക്ലേറ്റ് അവിടെ നിന്ന് എടുത്തിട്ട് ഈ മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഇടുവാണ്. അത് പിന്നെ വേറൊരു ട്രേയിലേക്ക് ആക്കിയിട്ട് അത് ഫ്രീസ് ചെയ്യുക. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഊട്ടി ലേക്കിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ എൻട്രി ഫീ വരുന്നത് 15 രൂപയും മക്കൾക്ക് മീൻസ് കിഡ്സിന് ടിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അഡൽസിന് 15 റുപ്പീസാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് പാർക്കാണിത്. ആക്ച്വലി ബോട്ടിംഗ് ഉണ്ട്. ആ ഊട്ടി ലേക്കിലേക്ക് ബോട്ടിംഗ് ഉണ്ട്. അത് പെഡൽ ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, പിന്നെ ഒരു ഹൗസ് ബോട്ട് പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബോട്ടിംഗ് അത്ര വലിയ താല്പര്യം കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഈ റൈഡ്സിലേക്കൊക്കെ കയറി. അപ്പോൾ കണ്ണും ദിബോറിനും കൂടി ഡാഷിംഗ് കാറിലേക്ക് കയറിയിട്ടുള്ളത്.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്കും കൂടി ഒന്ന് കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഫീ കൂടാണ്ട് നമ്മൾ ഓരോ റൈഡ് എടുക്കുമ്പോഴത്തേക്കും അതിന് സെപ്പറേറ്റ് ടിക്കറ്റ്സ് എടുക്കേണ്ടതാണ് കേട്ടോ. ഒരു 60 റുപ്പീസൊക്കെയാണ് പെർ ഹെഡ് വരുന്നത് ഇവിടുത്തെ റൈഡ്സിലേക്ക്. ഇവിടെ ആക്ച്വലി ഇവരൊരു അഡ്വഞ്ചറസ് പാർക്ക് ആക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തിട്ടില്ല. കുറേയൊക്കെ റൈഡ്സ് വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഇവർ നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അവരത് എന്താ പറയുക, കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറേയും കൂടിയൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് ഡേ 1 നമ്മുടെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് ഹോട്ടലിലേക്ക് തിരിച്ച് കയറി. ഇപ്പോൾ ഡേ 2 അറ്റ് ഊട്ടിയാണ്. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കുണൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ ഡേ 1 ഞങ്ങൾ ടോയ് ട്രെയിൻ കയറാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു കാറ്റിൽ മറിഞ്ഞത് കാരണം ട്രെയിൻസൊക്കെ അവർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഡേ ഞങ്ങൾ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഊട്ടി ടു കുണൂർ അല്ലെങ്കിൽ കുണൂർ ടു ഊട്ടി നമുക്ക് റൈഡ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ട്രെയിനിൽ കയറാൻ പറ്റത്തുള്ളൂ. ഞങ്ങളപ്പോൾ ആകെ ശശിയായിപ്പോയി. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ട്രെയിൻ ഫുൾ ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര എന്താ പറയുക പഴയ രീതിയിലാണ് ഇപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലൊക്കെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിലൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പഴയ ബ്രിട്ടീഷ് ഇതിലുള്ള ഒരു ടൈപ്പ് റെയിൽവേ സ്റ്റേഷനാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബോഗിയാണെന്നുണ്ടെങ്കിലും. അതേപോലെ ഇതിൻ്റെ ഒരു വീല് പോകുന്ന ഇതാണെങ്കിലും റോക്ക് ആംപിയൻ ആൻഡ് പിനിയൻ ആ ഒരു മെക്കാനിസത്തിലാണ് ഇപ്പോഴും ആ ട്രെയിൻ പോകുന്നത്. പക്ഷേ എൻജിനൊക്കെ പണ്ടത്തെ ആ ഒരു കൽക്കരി എൻജിനല്ല, സാധാരണ ആ ഒരു ടൈപ്പാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങിത്തിരിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ എറണാകുളത്തേക്ക് വരുവാണ്. അപ്പോൾ ഊട്ടിയിൽ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നേരത്തെ ഈ ടോയ് ട്രെയിനിൽ കയറണമെന്നുണ്ടെങ്കിൽ നേരത്തെ റിസർവ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.